എനിക്ക് ഇപ്പൊ ശരിക്കും ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയോ ഗൈസ്? എന്താണ് കണ്ണാപ്പിനക്ക് മെച്യൂരിറ്റി. നമ്മള് മെച്യൂർ ആയിട്ട് സംസാരിക്കണം. നമ്മള് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എനിക്ക്. ഒരു മിനിറ്റ്. കണ്ണീരിൽ മുങ്ങിടല്ലേ. ആരുടെയാടാ അത്? അത് മനസ്സിലായോ? ഇപ്പൊ പറയാം ഒരു മിനിറ്റ്. ഇത് വേണ്ട. അയ്യോ. ഇതിലൊരു മോട്ടിവേഷൻ ഒരു സാധനമാണ്. ഞാനൊരു സാധനം ഞാൻ ഒരു സാധനം പറയാൻ നിങ്ങൾക്ക് റിലേറ്റ് ആവും. അത് ഞാൻ പറഞ്ഞത് നമുക്ക് ആരുടെയും ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓർക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയണത്. അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ മെച്യൂർ ആയിട്ടത് സംസാരിച്ച് ഡീൽ ചെയ്യണം. അല്ലാതെ നമ്മളത് കൂടുതൽ ഒരാളുടെ കാര്യം അറിയാതെ നമ്മളത് കൂടുതൽ കാര്യത്തിലോട്ട് അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടത് അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, നമ്മളെപ്പോഴും ചിന്തിച്ചും എടുത്ത് മാത്രമേ കാര്യങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ മുറിയ അറിവുകൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് വെച്ച് ഒരിക്കലും നമ്മൾ അത് പുറത്തോട്ട് വിളിച്ച് പറയാൻ പാടില്ല. അത് പിന്നീട് നമ്മളത് ഓർത്ത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്, നമുക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരോടും. നമുക്ക് എല്ലാവരോടും റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലം ആണുങ്ങളെ പോലെ ജീവിക്കാൻ പറ. ഹലോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാം. അത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാത്തതിന്റെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് അതൊക്കെ. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ടോടാ. എതിരെ നിൽക്കുന്നവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാരും പാവങ്ങളാ. എന്താണ് മൈര നിനക്ക് വല്ല വട്ടു എന്തോ പറ്റി നിനക്ക്? ജോക്കി വഴിയെ പോയ അണ്ടറും കൊണ്ടറും ഒക്കെ പൂർണ്ണപ്പെടുക്കുന്നത് വരെ എന്റെ തലയിൽ വരുന്ന കാലത്തെ എനിക്ക് ഇങ്ങനെയൊക്കെ അബ്നോർമൽ ആയിട്ടല്ല ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. വരുന്നു മുമ്പിത്തരം പറയുന്നു. നിനക്ക് വയ്യേ? എന്തൊക്കെയാണ് എഴുതുന്നത് ഗ്രൂപ്പില്? കണ്ടാ നിനക്കൊന്നും അറിയാത്ത അയ്യോ എന്റെ പറ്റേ എന്തൊക്കെയാണ് കാരണമായി ചിരിച്ച് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ചിരിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നേ. എടാ ആർപി എന്തിനാ കളിച്ചത്? ഇന്ന് ആർപി കളിക്കണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ മാസ്, കോമഡി, ത്രില്ലർ എല്ലാം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ശാന്തമായിട്ടൊരു നല്ലൊരു ഫിലിമായിട്ട് പൊക്കോണ്ടിരുന്ന എൻഡപ്പിലോട്ട് വന്ന് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് പുതിയൊരു വില്ലൻ വന്നിട്ട് ഒരു ട്വിസ്റ്റ് ഒക്കെ ഇറക്കി. സംഭവം 2 മണിക്കൂർ കഷ്ടപ്പെട്ട മെസ് എല്ലാം ഒറ്റ ഒരു 5 സെക്കൻഡിൽ തീർന്നല്ലേ? അതെ. ഇതൊക്കെ ഇനി കൺവേർട്ട് ചെയ്യാൻ പോണത് എങ്ങനെയാണെന്ന് ഇനിയാണ് ഗൈസ്. നിങ്ങൾ സ്പാം ചെയ്ത് ഇവിടെ കണ്ട സ്പാമിങ്ങിൽ കണ്ട കൺവേർഷൻ ശരിക്കും എന്താണെന്ന് ഇനി നിങ്ങൾ കാണാൻ പോവാ. ഇനിയാണ് നിങ്ങൾ അത് കാണാൻ പോണത്. ഇത് എങ്ങനെ കൺവേർട്ട് ആകും? പുള്ളി തന്നെ ഇതാക്കി കേട്ടാ. പുള്ളി തന്നെ ഇതാക്കി ലാസ്റ്റ് സമ്മതിച്ച്. പുള്ളിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. നാളെ വരിക പറയാ ഇത് വീണു. ഇതായിരിക്കും മിക്കവാറും എന്റെ മോസ്റ്റ് ഓഫ് ഇതായിരിക്കും. ഇല്ലേ പുള്ളി ഇത് സിനിമയാക്കും എന്തോ അറിയാം. ഒപ്പിയെ പറഞ്ഞത് ഇഷ്യൂ ആയി. ന്യായീകരിക്കാൻ വേറെ വഴിയില്ലാത്ത വന്നപ്പോൾ നൈസായിട്ട് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞ ഒരു ലോങ് കൺവേർട്ടിങ് കരച്ചിൽ സ്റ്റോറി ഈഗിൾ ഇറക്കിയത്.
അവൻ ഇത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും ആഗ്രഹമില്ല, പക്ഷേ ഡിഫെൻഡഡ് ആയപ്പോൾ വേറെ വേ ഇല്ലാണ്ട് അമ്പി കളിച്ചതാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലൈവിൽ ഷെയ്ക്കിന്റെ വായിൽ നിന്നും വന്ന ഒരു വേർഡ് പിടിച്ച് വീണ്ടും സീൻ ക്രിയേറ്റ് ആക്കിയത്. അവൻ ഒരു മിനിറ്റ്, ഈ കമന്റ് ഞാൻ ഇത് എവിടുന്ന് വായിക്കുന്നാലും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലൈവിൽ ഷെയ്ക്കിന്റെ വായിൽ നിന്ന് വന്നൊരു വേർഡ് പിടിച്ച് വീണ്ടും സീൻ ക്രിയേറ്റ് ആക്കിയത്. അവൻ എന്താണ് ഫുൾ പറയാൻ ഉദ്ദേശിച്ചത്, അതിന്റെ എക്സ്പ്ലനേഷനോ ഒന്നും ഈഗിളിന് അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ ഈഗിൾ 2 days ബാക്ക് തൊപ്പിയെ കുറിച്ച് പറഞ്ഞതൊക്കെ അറിയാതെ പറഞ്ഞു പോയതാണ്, ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ആക്കണം. ആ ഒരു ഫീൽ കിട്ടില്ലേ നിങ്ങൾക്ക്? അപ്പൊ പിന്നെ ബിജിഎം കൂടി ഉണ്ടെങ്കിൽ ബിജിഎം ഉള്ളപ്പോൾ ആ ഒരു ഫീൽ വരുള്ളൂ. ഒന്നും പറയാനില്ല. എന്താണ് അതെ, എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് അയക്കല്ലടാ. എന്തിനാണ് നീ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണ? എനിക്ക് Shabir shared more maturity than Eagle today. Eagle tried to save his image from beginning without discussing the actual issue. He wants to accept that he is a Nanmamaram and a Mahamanaskan by forgetting the real issue. Full damage control only. Shamir, you killed it today. You can become the best leader. ഇതൊക്കെ എന്തിനാ എനിക്ക് അയക്കണ എടുത്ത് ഗ്രൂപ്പിൽ നല്ലോണം കൊണ്ടിടല്ലേ? എന്തിനാ എനിക്ക് അയക്കണേ? എന്തൊക്കെയാണ് ഇത് വരുന്നത്? ശരി, കറക്റ്റ് സിറ്റുവേഷൻ ആണ്. അല്ല, ഞാനൊരു കാര്യം പറയണം. വെളുപ്പിന് നമ്മുടെ കോൺട്രവേഴ്സി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതൊന്നും ഇതിട്ട് നമ്മൾ വെളുപ്പിന് 1:24 12,000 പേരെ വെച്ച് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ബാക്കി ഈ MRCയുടെ ലൈവ് കാണുന്ന ആൾക്കാരെ എനിക്ക് രാത്രി നന്മമരം കളിച്ച് ഇംപ്രസ് ചെയ്യണമെന്ന്. ഞാൻ നന്മമരം ഒന്നും അല്ലടാ കുണ്ണേ. അപരാധം പറഞ്ഞതാ. ഇപ്പം ഒരുത്തിനെ ഓടിച്ചു വിട്ടുണ്ടായിരുന്നു. ഒരുത്ത കഥ തുറന്ന് ഓടിയത് കണ്ടാ നീ? അതുപോലെ ഓടിക്കാൻ എനിക്കറിയാം. ഞാൻ നന്മമരം ഒന്നും എനിക്ക് നിന്നെ ഒന്നും മറ്റേ നല്ലത് ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ മര്യാദയ്ക്ക് പറയാനുള്ള, ഞാൻ ഇന്ന് നന്മമരം കളിച്ചതല്ല, ഞാൻ ഇന്ന് മാന്യമായിട്ട് എന്റെ കാര്യം സംസാരിച്ചത് അശ്വിൻ ചേട്ടനോടുള്ള റെസ്പെക്ട് കൊണ്ടാ. കൊട്ടവാസ് മുമ്പ് ചെയ്യുന്നത് എന്റെ അച്ഛൻ്റെ അണ്ടി എടുത്ത് പോയി പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് പറയണ്ട. മനസ്സിലായ? നീ ഇതൊക്കെ പോയി മറ്റേ ഷെഡ്ഡി ആടുന്നതിന് അടുത്ത് പറ, എന്റെ അടുത്തല്ല പറയേണ്ടത്. എനിക്ക് നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്തിട്ട് ഒരു അണ്ടിയും കിട്ടാനില്ലടാ. ഇപ്പോഴും എന്തോ ആയി നോക്കി എനിക്ക് ഇവന്മാരെ നന്മമരം എന്താണ് കണ്ട എനിക്ക്? അയ്യോ, എന്റെ ഷെയ്ക്ക് വന്നു നോക്കട്ടെ ഒരു മിനിറ്റ്. ഇവിടെ അറൈവിംഗ് ഇൻ 28 minutes. ഇല്ലടാ, ഇതെന്താ നല്ല ഡിലേ ആണല്ലോ. ഇപ്പൊ ഇറങ്ങിയുള്ളതുകൊണ്ട് അടിക്കാൻ ഇറങ്ങിയുള്ള ഹലോ, പുള്ളി വീട്ടിലൊക്കെ വരുന്നതാണോ? ഹലോ, ഇല്ലടാ, ഷാർജ ഷെയ്ക്ക് പുള്ളി എന്തൊക്കെയാണോ പറയണേ? കോണ്ടാക്ട് ആയിട്ടേ. എടാ, ഇതല്ലടാ ശരിക്കുള്ള നിങ്ങൾ കണ്ട ദ റിയൽ കുടുംബശ്രീ. സംഭവം ഓഫ്ലൈനെ അവരാധിച്ചാണ്, അറിയാണ്ട് ഓൺലൈനായി പോയി. എടാ, ഇതാണ് കുടുംബശ്രീ. അയൽക്കൂട്ടം. അതെ, നമ്മള് തമ്മിൽ നല്ല ടെൻഷൻ പോവല്ലേ എണ്ണ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? റിയൽ കുടുംബശ്രീ. എടാ, കളിക്കുന്നില്ലല്ലോ. ഈ സാമാനം തുറന്നു വെച്ചിട്ട് 10 മണിക്കൂറായി. ഞാൻ തന്നെ ചെയ്യല്ലേ ഇവിടെ. ജോക്കി കളിക്കാം.
എടാ ഞാൻ ഈ ഒരു പട്ടിയായിട്ട് നിക്കാൻ തുടങ്ങിയിട്ട് ഇതിനകത്ത് കൊറേ പേര് വന്നും പോയി. അതാണെങ്കിൽ ഒരുത്തനെ ഇതിനകത്ത് കണ്ണാപ്പിയുടെ പേര് വെണ്ട സാബു കേട്ടോ. ഏതൊരുത്തൻ കേറി മിണ്ടാരടാ, ഏതൊരുത്തൻ കേറി വന്നിട്ട്